ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഡൗ ജോൺസ് 39 പോയിന്റ്, ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ 39 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. S&P നസ്ഡാക്കും ഒക്കെ ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണ്, ചെറിയൊരു പോസിറ്റീവായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ് നിഫ്റ്റി 125 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ബാക്കി ഏഷ്യൻ മാർക്കറ്റൊക്കെ തന്നെ ഒരു മിക്സഡ് ട്രെൻഡിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ് നിഫ്റ്റിയും 125 130 ലെവലിൽ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്നലത്തെ ആ ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളത്. മാർക്കറ്റ് ഇന്ന് മിക്കവാറും ഒരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി ആയിരിക്കും. CPRന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് റിക്കവർ ആയാലും മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒന്ന്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് കാരണം. ആ ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $99 ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് $105.10 ബ്രന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഏകദേശം $8 ഇടിഞ്ഞ് $4727 ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ മെയിൻ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,820 ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ തന്നെ 24,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 23,715 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ, 23,800 23,715 ഇടയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 23,715 താഴോട്ട് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ, 15 മിനിറ്റിൽ 23,715 താഴോട്ട് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 23,610 വരയ്ക്കും മാർക്കറ്റ് ചിലപ്പോൾ ഇറങ്ങി വരും. മുകളിലോട്ട് 23,800 15 മിനിറ്റിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് 23,880 ലെവൽ വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം 23,800 715 ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ലെവൽസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താഴെ 23,715 മുകളിൽ 23,800 മെയിനായിട്ടുള്ള രണ്ട് ലെവൽസ്. ഇതിൽ 15 മിനിറ്റിൽ എങ്ങോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുന്നോ അങ്ങോട്ട് എൻട്രി നോക്കാം. ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 23,841 തൊട്ട് 23,897 വരയ്ക്കാണ് നിഫ്റ്റിയുടെ CPR വരുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്.